അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന, കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന അർജുനൻ്റെ അഥവാ നീണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയാണ്. ഇപ്പോഴും എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള ഒരു ആകാംക്ഷാഭരിതമായ ഓരോ നിമിഷങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ അർജുനൻ്റെ സ്ഥിതി എന്താണ് എന്ന് അള്ളാഹു ആലം, ദൈവത്തിന് മാത്രമേ അറിയൂ. അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ, അതല്ല അർജുൻ്റെ ലോറി എവിടെയാണ്, അർജുനനെ ഇനി തെരഞ്ഞിട്ട് കാര്യമുണ്ടോ, അതോടൊപ്പം മാത്രമല്ല മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ വളരെ ബോധ്യമായ ഒരു സമയം കൂടെയായിരുന്നു ഈ അർജുനൻ്റെ തെരച്ചിൽ. ഇതുവരെയും ആ ലോറി എവിടെയാണെന്ന് പോലും, അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പറയാനും അറിയാനും നമ്മുടെ ഡിജിറ്റൽ യുഗത്തിന്, നമ്മുടെ യന്ത്ര സംവിധാനങ്ങൾക്ക്, ആധുനിക കഴിവുകൾക്ക് ഒന്നും കഴിയാതെ പോയിരിക്കുന്നു. നിസ്സഹായരായിട്ട് കൈമലർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുക. ആകാശത്തിൽ പോയി അഥവാ ചൊവ്വയിൽ പോയി ബുധനിൽ പോയിട്ടൊക്കെ താമസമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഭൂമിയിലുള്ള നിസ്സാര പ്രശ്നങ്ങൾ പോലും അവൻ നേരെ ചൊവ്വയെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കഴിവ് അവൻ കണ്ടുപിടിച്ചിട്ടുള്ള ആധുനിക യന്ത്രത്തിൻ്റെ സഹായത്താൽ അവന് സാധിക്കുന്നില്ല എന്നതാണ്. ആ നിസ്സഹായാവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇതോടൊപ്പം തന്നെ അർജുനനെക്കുറിച്ച് ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോ, അർജുൻ മഹാരാഷ്ട്രയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ലോറിയുമായിട്ട് എന്നൊക്കെ പറയുന്ന ആ കമൻറ്റുകളിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇത്രയും വലിയ ഒരു വിഷയത്തോട് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് മലയാളി എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു മലയാളി ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണല്ലോ അയാൾ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമൻറ്റിൽ അയാളുടെ മൊത്തം സ്വഭാവം, സംസ്കാരം, വിദ്യാഭ്യാസം, വിവരം നമുക്ക് കാണാൻ കഴിയും. കമൻറ്റുകളിൽ ഉണ്ടാകുന്ന അക്ഷരപ്പശക്, കൂടുതൽ കമൻറ്റുകളിലും അക്ഷരത്തിന് പെശകുകൾ കാണാം. വാക്കുകൾ തെറ്റാണ്, പ്രയോഗങ്ങൾ അതിൻ്റെ സാഹിത്യ ഭംഗിയിലല്ല. നോക്കൂ, അപ്പോൾ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ചെരുപ്പ്, പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ അയാളുടെ എന്താ പറയുക, ഊർജ്ജസ്വലത അളക്കണമെങ്കിൽ അയാളുടെ ചെരുപ്പ് നോക്കിയാൽ മതിയെന്ന്. അത് ഒരു വലിയ സത്യസന്ധമായ ഒരു വിവരമാണ്. എന്ന് പറഞ്ഞാൽ ആ ചെരുപ്പ് വളരെ ക്ലിയർ അല്ല, ക്ലീനിങ് അല്ല, എന്താ പറയുക, ഒരു ചളിയോടുകൂടെയാണ് എങ്കിൽ അയാൾ അശ്രദ്ധമായിട്ട് അത് കൊണ്ടു നടക്കുന്നെങ്കിൽ അയാൾ തീർച്ചയായിട്ടും എല്ലാ ജീവിതത്തിൻ്റെ സർവ്വ മേഖലയിലും അയാൾ ഒരു പരാജയമാണ്, അയാൾ ഊർജ്ജസ്വലത ഇല്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ കമൻറ്റിൽ അയാളുടെ സംസ്കാരം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ മറ്റു നിലവാരം, അയാളുടെ എല്ലാ കാര്യങ്ങളും ആ കമൻറ്റ്, ആ 2-3 വരിയുള്ളെങ്കിലും നമുക്ക് ആ കമൻറ്റിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അപ്പം ഞാൻ ഒരിക്കലും ഈ അർജുനനെ കിട്ടുമെന്നോ കിട്ടില്ലെന്നോ എന്നും ഞാൻ ഒരു തങ്ങളും ഒരു മുസ്ലിയാരും ജ്യോത്സ്യനുമല്ല. അവരൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ജ്യോത്സ്യന്മാർ പറയുന്നതും തങ്ങന്മാർ പറയുന്നതും ഒക്കെ ഇപ്പോഴും ഒന്നും പിടിതരാത്ത അവസ്ഥയിലാണ് അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്യോത്സ്യന്മാർ എന്ത് പറയുന്നു എന്നൊക്കെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നുണ്ട്, ജ്യോത്സ്യൻ എന്ത് പറയുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിലാണ് ഓരോ, പ്രത്യേകിച്ച് മലയാളി അല്ലാത്ത മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സംഭവത്തെ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിന് പ്രതികരണം അല്ലെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യൂ. അതല്ല ഏതെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഒരു തല നോക്കി അല്ലെങ്കിൽ അവസാനത്തെ ഒരു തല നോക്കി, ഏതെങ്കിലും ചെറിയ നടുവിലുള്ള ഒരു തല നോക്കി, ഇപ്പം നമ്മുടെ ജാമിദയും ആരിഫ് എന്നവനും ലിയാക്കത്ത് എന്ന് പറയുന്നവരൊക്കെ ആരോടാണ് യഥാർത്ഥത്തിൽ ഖുർആനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ്റേതായിട്ടുള്ള അല്പജ്ഞരായ ഒരു വിഭാഗത്തോടാണ് പറയുന്നത്. തന്നെ അതിനെ പരിഹസിച്ചും നിന്ദിച്ചുമാണ്. ഇവിടുത്തെ നിയമമായതുകൊണ്ടാണ് അവരാരെയും തുറുങ്കിലടക്കപ്പെടാത്തത്. സ്വാഭാവികമായിട്ടും അവനേക്കാൾ എത്രയോ വളരെ ലഘുവായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ പോലും ഇന്ന് ജയിലറക്കുള്ളിലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ അതല്ല വിഷയം, അത് പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള അതപ്പതിച്ച മനസ്സുമായിട്ട് നമ്മുടെ ആരിഫ് എന്ന നികൃഷ്ടൻ്റെയും ജാമിദ എന്ന നികൃഷ്ടൻ്റെയും അവൻ്റെ കൂട്ടാളി VK ബൈജു എന്ന സംഖ്യയുടെയും എന്താ പറയുക, ത്രിമൂർത്തി കൂട്ടുകെട്ടിൻ്റെ വാക്കുകൾ കേട്ടിട്ടല്ല
ഒരു ആദർശ സമൂഹം മുന്നോട്ട് പോവേണ്ടത്. ഒരു ആദർശ സമൂഹം മുന്നോട്ട് പോവേണ്ടത് നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ കാലു സമീഹന എന്ന ഒരു വേർഡുണ്ട്. അള്ളാഹു പറയുന്നതാണ്, ഞങ്ങൾ കേട്ടു പ്രവാചകരെ, ഞങ്ങൾ കേട്ടു. അതാണ് സമീഹന, ഞങ്ങൾ പൂർണ്ണമായും കേട്ടു. അപ്പോൾ എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പല പ്രയോഗങ്ങളുമുണ്ട്. ഒരു വ്യക്തി ഒരു കാര്യം അത് മുഴുവനായിട്ട് കേൾക്കണം. ഇപ്പോൾ എനിക്ക് ഒരു പരിചയമുണ്ട്. ഒരാൾ, അയാൾ എന്താ പറയുക, ഡോക്ടർ അയാൾക്കൊരു മരുന്ന് എഴുതി കൊടുക്കുകയാണ്. ആ മരുന്ന് എഴുതി കൊടുത്തപ്പോൾ അത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾക്ക് അത് മനസ്സിലായ രീതി എങ്ങനെയാണ്? അയാൾ ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് മറുചോദ്യം. സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ സാധാരണ രീതിയിൽ ചോദിക്കണം. പക്ഷേ ഇയാളുടെ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോൾ എനിക്ക് ബനിയനിടാൻ പറ്റുമോ എന്നാണ് മൂപ്പർ ചോദിക്കുന്നത്. നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ ഇത് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടറോട് തിരിച്ചുള്ള രോഗിയുടെ ചോദ്യമാണ്, അപ്പോൾ എനിക്ക് ബനിയനൊക്കെ കഴിച്ചിട്ടുണ്ടോ, അഥവാ ഷർട്ടൊന്നും പറ്റില്ലേ എന്ന് ചിന്ത മനസ്സിലാക്കിയാണ്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അഥവാ കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലും തർക്കപരമായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ പരിഹാസ ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധികേട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ വചനമനുസരിച്ച് അതിൻ്റെ സാഹിത്യ ഭംഗി, അതിൻ്റെ സംസാര ഭംഗി, അതിൻ്റെ രീതി, ഇത് മുഴുവൻ കേൾക്കണം. ഒരു ആയത്തിൻ്റെ ഏതെങ്കിലും ഒരു തലയെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് അർത്ഥം പറഞ്ഞ് ജാമിദയും ലിയാഖത്തും ആരിഫും എന്നവൻ മാലിന്യം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിച്ചും. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ പിന്നീട് ഒരു ദീർഘമായ ഒരു വ്ളോഗ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ എന്താ പറയുക, അർജുനനെ സംബന്ധിച്ച ഒരു വീഡിയോക്ക് താഴെ വന്ന ഒരു കമൻറ്റ്, ആ കമൻറ്റിൽ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, അർജുനൻ വിദേശത്തേക്ക് കടന്നു എന്നാണ്, ലോറി വിറ്റിട്ട് വിദേശത്തേക്ക് കടന്നു എന്ന ഒരു കമൻ്റാണ് ഞാനിപ്പോൾ കണ്ടത്. അതുകൊണ്ട് ആ കമൻ്റാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതോടൊപ്പം തന്നെ അബൂദാബിയിൽ അർജുനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന കമൻറ്റുകളുമുണ്ട്. അങ്ങനെ ധാരാളം കമൻറ്റുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും എന്താ പറയുക, യാഥാർത്ഥ്യത്തോട് പ്രതികരിക്കാൻ അറിയാത്ത മലയാളിയുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഞാൻ സ്വയം ഉണ്ടാക്കിയിട്ട് അർജുനനെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല. അർജുനനെ കിട്ടുമാറാവട്ടെ, അർജുനനെ കിട്ടി ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് സർവശക്തനോട്. എല്ലാവരും വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയായ ദൈവത്തോട്, കർത്താവിനോട്, അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവെ, അർജുനൻ്റെ കുടുംബത്തിന് നീ സമാധാനം നൽകി, ക്ഷമ നൽകി, അർജുനനെ ലോറി ഇല്ലെങ്കിൽ പോലും ആ അർജുനന് ജീവനോടെ വരുത്തി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവിധ കണ്ടുപിടുത്തങ്ങളും എല്ലാവിധ ശാസ്ത്രീയ നേട്ടങ്ങളും നിഷ്ഫലമാക്കിക്കൊണ്ട് ഇപ്പോഴും എവിടെയാണ് അർജുനൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പറയാൻ കഴിയുന്നില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥ, അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.